ന്യൂസ് പേപ്പർ ഏതെല്ലാം വിധത്തിൽ ക്ലാസ് മുറിയിൽ വിവിധ സബ്ജക്റ്റുകൾക്കായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം? 3 നദികൾ മാത്രം കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകാൻ കാരണമെന്ത്? ദേശീയ വിദ്യാഭ്യാസ നയം 2ാം ഘട്ടം പിയാഷയുടെ ഏത് ഘട്ടവുമായി യോജിക്കുന്നു? സംയുക്ത ഡയറി രക്ഷിതാവ് എഴുതിയത് തെറ്റാണെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള അല്പം കാൻഡിഡേറ്റ്സിനെ കുഴപ്പിച്ച ചോദ്യങ്ങളായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു PSC ലൈവ് ടോക്സ്. ഇന്ന് കുറച്ച് കുഴപ്പിച്ച ചോദ്യങ്ങൾ, അതായത് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നടന്ന LP ഇൻ്റർവ്യൂകളിൽ ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ച കുറച്ച് ചോദ്യങ്ങൾ, അതുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചോദ്യങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോസ് നമ്മൾ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഡീറ്റെയിൽഡായിട്ട് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഉത്തരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് പേര് ഇത്തരത്തിലുള്ള മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു ഇത്തരത്തിൽ ഒരു തിങ്ക് ചെയ്ത് ഉത്തരം പറയേണ്ട രീതിയിലുള്ള ഏതൊക്കെ ചോദ്യങ്ങളാണ് LP ഇൻ്റർവ്യൂകളിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ചോദിച്ചത് എന്ന്. അപ്പോൾ അതിൽ നിന്നെല്ലാം സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ ഉത്തരങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ വിശദമായിട്ടുള്ള ഉത്തരങ്ങളൊന്നുമില്ല. കാരണം ഈ ഓരോ ചോദ്യങ്ങൾക്കും ആവശ്യമായ അളവിൽ, അതായത് ഓരോന്നിനും 15 മിനിറ്റോളം ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഉത്തരങ്ങൾ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാണുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ചോദ്യങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം. ആദ്യത്തെ ഒരു ചോദ്യം, ദിശ എങ്ങനെയാണ് കുട്ടികൾക്ക് പഠിപ്പിക്കുക എന്നുള്ളത്. ദിശ എന്നത് ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, അതായത് ഇത് LP ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇതിൽ മാക്സിമം UPയിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തത്. പക്ഷെ ആദ്യത്തെ ആഴ്ചയിൽ ചോദിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ദിശ. പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഗ്ലോബ്, ഭൂപടം എന്നിവയുടെ വ്യത്യാസം എങ്ങനെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയെന്ന്. ഗ്ലോബ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഭൂപടം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എന്നാൽ ഇവ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എന്തെല്ലാമാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റണമെന്നില്ല. അത്തരം ഒരു ചോദ്യം UPയിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോബ്, ഭൂപടം എന്നിവയുടെ വ്യത്യാസം എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. നെക്സ്റ്റ് വൺ, രാഷ്ട്രീയത്തിൽ തിളങ്ങിയിട്ടുള്ള അധ്യാപകർ ആരെല്ലാമാണ്? ഇതുവരെ നമ്മുടെ കേരള രാഷ്ട്രീയം മാത്രമല്ല ഇവിടെ ചോദിച്ചത്, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ തിളങ്ങിയ അധ്യാപകരായിട്ടുള്ളവരാരെല്ലാമാണ് എന്നൊരു ചോദ്യം. ഒരുപാട് പേര് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ടാഗോർ, അതുപോലെ മദൻ മോഹൻ മാളവ്യ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇങ്ങനെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ അന്ന് 10 പേരുടെ അടുത്ത് പേര് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ തിളങ്ങിയ അധ്യാപകർ എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. അടുത്തതായിട്ട്, കുട്ടികളെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയും? പ്രത്യേകിച്ച് ഇപ്പോൾ കാറ്റഗിസം, മദ്രസ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പഠിക്കുന്ന ഒരു ഐഡിയയും നമ്മൾ അത് കഴിഞ്ഞ് ക്ലാസ് റൂമുകളിൽ സയൻസ് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡാർവിനെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു എൻ്റയർലി ഡിഫറെൻ്റ് ഒരു ഐഡിയ ആണ്. അപ്പം എങ്ങനെയാണ് കുട്ടികളെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, എന്നാൽ അവരുടെ മതവിശ്വാസങ്ങളിൽ വ്രണം തട്ടാത്ത രീതിയിൽ എങ്ങനെ നിങ്ങൾ അവരെ പഠിപ്പിക്കും എന്ന്, ഒരാശയം കുട്ടികളിൽ എത്തിക്കും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചത്. ഇതിനോടനുബന്ധിച്ച് ചോദിച്ച മറ്റൊരു ചോദ്യം തന്നെയാണ് സയൻറ്റിഫിക് ടെമ്പർ. നെഹ്റു മുന്നോട്ട് വെച്ച ആശയമാണ് സയൻറ്റിഫിക് ടെമ്പർ എന്താണെന്ന്. നമ്മൾ ആദ്യത്തെ സമയത്ത് ഇൻ്റർവ്യൂ തുടങ്ങിയ ആദ്യ സമയത്ത് ഒരുപാട് പേരോട് ചോദിച്ചൊരു ചോദ്യമാണ്. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് UP ക്ലാസ്സുകളിലും അപ്ലിക്കബിൾ ആണ്. സോ UP ഇൻ്റർവ്യൂ ഉള്ളവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, പുസ്തകങ്ങൾ. ഒരുപാട് പുസ്തകങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ എഴുതിയ ആളുകൾ, ഓതേഴ്സ് ആരാണെന്ന് ചോദിക്കുകയുണ്ടായി. അത് നമ്മൾ ഹോബി റീഡിങ് എന്ന് എഴുതിയവരോട് മാത്രമല്ല അല്ലാത്തവരോടും, പ്രത്യേകിച്ച് MTയുടെ ഒക്കെ ഒരുപാട് കൃതികൾ, അതുപോലെ MT, അതുപോലെ PN മുഹമ്മദ് ഇവർ ഒരുമിച്ച് എഴുതിയ കൃതികൾ, പിന്നെ മാത്സുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് പുസ്തകങ്ങൾ, സോഷ്യലായിട്ട് റിലേറ്റ് ചെയ്ത് മുത്തശ്ശി, അതുപോലെ
മറ്റൊരു നാം ചങ്ങല പൊട്ടിച്ച കഥ, ഇത്തരം പുസ്തകങ്ങളൊക്കെ ആരാണ് എഴുതിയത്, ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത് ഓരോ ടൈമിൽ അവർ ഓരോ സബ്ജക്റ്റായിട്ട് മാത്സിൻ്റെ ഒരുപാട് ചോദിച്ചിരുന്നു. അതുപോലെ സോഷ്യലായിട്ട് റിലേറ്റ് ചെയ്തതും മലയാളം അധികം ഈ റീസെൻ്റ്ലി അന്തരിച്ച MT സാറായിട്ടും അതുപോലെ അവാർഡുകൾ അടുത്തിടെ നേടിയ പുസ്തകങ്ങളൊക്കെയാണ് ചോദിച്ചത്. എങ്കിലും അത്തരം പുസ്തകങ്ങളിലെ ഓത്തേഴ്സ് ആര് എന്നുള്ള ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. മറ്റൊന്ന്, ടീച്ചിങ് ട്രെയിനിങ് എന്നൊരു ടൈം പീരീഡിൽ വിനോദയാത്ര എന്തിനാണ്, എന്തൊക്കെയാണ് അതുകൊണ്ട് ഒരു ടീച്ചർ നേടുന്ന കഴിവുകൾ, ഒരു വിനോദയാത്ര സംഘടിപ്പിക്കുന്നതുകൊണ്ട് ടീച്ചിങ് ട്രെയിനിങ്ങിനിടയിൽ ആ ഒരു കാൻഡിഡേറ്റ് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് പഠനയാത്ര എന്നുള്ളൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. പഠനയാത്ര ഓരോ സബ്ജക്റ്റിനും ബേസ് ചെയ്ത് എങ്ങനെയാണ് ഉപകരിക്കുന്നത്, സോഷ്യലിന് എങ്ങനെ ഉപകരിക്കുന്നു, സയൻസ് സബ്ജക്റ്റ് പഠിക്കാനായിട്ട് എങ്ങനെ ഉപകരിക്കുന്നു, മാത്സ് എങ്ങനെ നമുക്ക് മാത്സ് സബ്ജക്റ്റ് പഠനത്തിന് പഠനയാത്ര ഉപകരിക്കുന്നു, മലയാള പഠനത്തിന് ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അതും ചോദിച്ചിരുന്നു. ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ട ഒരു അവസരങ്ങളൊക്കെ വരുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പഠനയാത്ര ടീച്ചിങ് ട്രെയിനിങ് സ്റ്റുഡൻസിന് എങ്ങനെ യൂസ്ഫുൾ ആകുന്നു എന്നതോടൊപ്പം തന്നെ ഒരു കുട്ടികൾക്ക് ക്ലാസ്സിൽ നിന്ന് പഠനയാത്ര പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ചോദിച്ച കാര്യങ്ങളാണ്. ഒരു പഠനയാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ആസ് എ ടീച്ചർ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ടോപ്പിക് കൂടി. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ പല വിധത്തിൽ നമ്മളൊരു ദിവസം ഒരു സബ്ജക്റ്റ് ഇൻ്റർവ്യൂവിൽ നമ്മൾ ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻസിൽ കണ്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുമ്പോഴായിരിക്കും പിറ്റേ ദിവസം മാത്സ് ആയിരിക്കും ചോദിക്കുക, മാത്സിന് എങ്ങനെ പ്രയോജനപ്രദമാകും എന്നുള്ളതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി എല്ലാ വ്യൂ പോയിന്റിലും നമ്മളൊന്ന് അറിഞ്ഞു പോവുക. മറ്റൊന്നാണ് ടിങ്കറിങ് ലാബ് എന്ന് പറയുന്നത്. അത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട്, കേരള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ടിങ്കറിങ് ലാബ്, കേരള ബഡ്ജറ്റല്ല, അത് കേന്ദ്ര ബഡ്ജറ്റാണ്. കേന്ദ്ര ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ടിങ്കറിങ് ലാബ് എന്ന ആശയം. അതിനെപ്പറ്റിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് പറയാൻ പറ്റാതെ പോയ ഒരു ചോദ്യമായിരുന്നു അതും നമ്മുടെ വീഡിയോകളിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, സയൻസ് പരീക്ഷണങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകൾ ഡിഗ്രി എടുത്തിട്ടുള്ളവർ അവരുടെ ഒരു ഐഡിയാസ്, അതായത് ഫിസിക്സുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കെമിസ്ട്രിയുമായി റിലേറ്റ് ചെയ്ത് 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെയൊക്കെ ഏതൊക്കെ പരീക്ഷണങ്ങൾ സയൻസ് പാഠപുസ്തകങ്ങളിലുണ്ട് അത് ഒന്ന് നോക്കി പോവുക. കാരണം അത്തരം ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് കൊടുത്ത് ഇതിന് അനുയോജ്യമായ ഏത് പരീക്ഷണങ്ങളാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാതെ എന്തൊക്കെ ചെയ്യും, അതിനാവശ്യമായുള്ള ഉപകരണങ്ങൾ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്ന് നോക്കി പോകേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു ചോദ്യം, കലണ്ടർ, ക്ലോക്ക് എന്നീ ആശയങ്ങൾ കുട്ടികൾക്ക് എത്തിക്കാനായിട്ട് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ക്ലാസ് അറേഞ്ച് ചെയ്യുക? കലണ്ടർ എന്ന ഒരു ഐഡിയയും ക്ലോക്ക് എന്ന ഐഡിയയും. മറ്റൊന്ന്, ടീച്ചേഴ്സിന് ഡ്രസ് കോഡ് ആവശ്യമാണോ എന്നുള്ള കാര്യം. അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനെ നമ്മളൊരു ഉത്തരം പറയുമ്പോൾ അതിനെ വേസ്റ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് തീവണ്ടി പോലെ ചോദിച്ചു പോകാന്ന് പറയില്ല, അതേപോലെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന ഉത്തരം ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പോൾ ടീച്ചേഴ്സിന് ഡ്രസ് കോഡ് ആവശ്യമാണോ? അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായം അറിയാനായിട്ട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, കുട്ടികളെ അടിക്കുന്നതിനോട് ശിക്ഷിക്കുന്നതിനോട് നിങ്ങളുടെ ഒരു അഭിപ്രായം. ഏത് അഭിപ്രായം പറഞ്ഞാലും അതിനോട് അനുബന്ധിച്ച് അടുത്തൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്തരം ഉത്തരങ്ങളൊക്കെ ഓൾറെഡി അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചത്, ഇപ്പോൾ ടൈം എന്ന് പറയുന്ന, അതായത് ക്ലാസ് ടൈം കൂട്ടുക അല്ലെങ്കിൽ സാറ്റർഡേയ്സ് ക്ലാസ് വയ്ക്കുക എന്ന നിലയിലുള്ളൊരു ചർച്ച നടന്നു പോകുന്നുണ്ട്. സാറ്റർഡേ കഴിഞ്ഞ അധ്യയന വർഷം ക്ലാസ് വെച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. അപ്പോൾ ഈ വർഷം എങ്ങനെയാണ്, ടീച്ചേഴ്സിൻ്റെ അഭിപ്രായം ചോദിച്ചു. ഈ ഒരു അഭിപ്രായം നമ്മളോട് അവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ടീച്ചർ ആവുകയാണെങ്കിൽ സാറ്റർഡേ ക്ലാസ് വയ്ക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം, അതല്ല ഇവരുടെ ക്ലാസ് ടൈം ഡ്യൂറേഷൻ കൂട്ടുകയാണോ ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ളൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതിന് ഏത് ഉത്തരമാണ് നിങ്ങൾക്ക് ആപ്റ്റ് എന്ന് തോന്നുന്നത്
ഏതും പറയാം. ചിലർക്ക് ക്ലാസ് ടൈം ഡ്യൂറേഷൻ കൂടുന്നതായിരിക്കും താല്പര്യം, ചിലർക്ക് കുട്ടികൾക്ക് സാറ്റർഡേ ക്ലാസ് വയ്ക്കുന്നതായിരിക്കും താല്പര്യം. ഏതാണെങ്കിലും എന്താണ് കാരണം എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞ് പഠിച്ചു പോവുക. സാറ്റർഡേ ക്ലാസ് വയ്ക്കേണ്ട എന്ന് പറയുന്നൊരു കൂട്ടം അധ്യാപകരുണ്ട്. അവർ പറയുന്ന കാരണങ്ങൾ നമ്മൾ ശരിയാണെന്ന് തോന്നും. കാരണം കുട്ടികൾക്കൊരു റിലാക്സേഷൻ, അല്ലെങ്കിൽ ആ ഒരു 5 ദിവസം പഠിച്ച സംഭവങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. മറ്റൊരു പ്രധാന ചോദ്യം സോഫ്റ്റ്വെയറുകളെ പറ്റിയിട്ടായിരുന്നു. ഏതെല്ലാം സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാം സബ്ജക്റ്റിനാണ് യൂസ്ഫുൾ ആകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അത് പ്രാക്ടിക്കലി എങ്ങനെ ഉപയോഗിക്കും, ഏതെല്ലാം ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് സോഫ്റ്റ്വെയറുകൾ, അതായത് സ്റ്റെല്ലേറിയം, കെ ജിയോഗ്രഫി, ജിയോജിബ്ര എന്നിവ ഉപയോഗിക്കുന്നത്. അതുപോലെ ഓരോ സോഫ്റ്റ്വെയറും ഏതെല്ലാം ക്ലാസ്സുകളിലേക്കാണ് ആപ്റ്റ് ആയിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിരുന്നു. സോ അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞു വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊന്ന്, സ്കൂൾ കുട്ടികളിൽ, പ്രത്യേകിച്ച് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ ഏതെല്ലാം ആക്ടിവിറ്റീസാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. അതോ നിങ്ങൾ ഗ്രാമർ നേരെ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ, അതായത് ആക്ടിവിറ്റീസ് ഒന്നുമില്ലാതെ തന്നെ നേരെ ഗ്രാമർ പഠിപ്പിക്കുന്ന ഒരു രീതിയാണോ ഫോളോ ചെയ്യുക എന്ന് ചോദിച്ചിരുന്നു. ഒരുപാട് ലോങ് ആയിട്ടുള്ളൊരു ഉത്തരമാണത്. സോ വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളിൽ ഗ്രാമർ ഏതൊക്കെ രീതിയിൽ പഠിപ്പിക്കാം, ഏതൊക്കെ ആക്ടിവിറ്റീസ് ഓരോ ഗ്രാമറിനും നൽകാം എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് കേട്ട് നോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചത് ടെലഗ്രാഫിക് സ്പീച്ചിനെ പറ്റിയിട്ടാണ്. എന്താണ് ടെലഗ്രാഫിക് സ്പീച്ച്? ഏകപദവാക്യം എന്നാണ് ടെലഗ്രാഫിക് സ്പീച്ച് അറിയപ്പെടുന്നത്. അതായത് ഒരു കുട്ടി തൻ്റെ ആശയം മറ്റൊരാൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതൊരു പദം, ഒരേ ഒരു വേർഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്നു. ആ ഒരു വേർഡ് കൊണ്ട് മാത്രം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ആ കുട്ടി പറയാൻ ഉദ്ദേശിച്ച ആ ഒരു ആശയം മനസ്സിലാക്കുന്നു. ഇതിനെയാണ് ടെലഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചോദ്യമാണ്, ന്യൂസ് പേപ്പർ ഏതെല്ലാം വിധത്തിൽ ക്ലാസ് മുറിയിൽ പ്രയോജനപ്പെടുത്താം? ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും എല്ലാ ക്ലാസ് മുറികളിലും ഓരോ ന്യൂസ് പേപ്പർ വീതം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ മിക്ക സ്കൂളുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് കാലത്ത് വെക്കുന്ന അതേപോലെ തന്നെ വൈകുന്നേരം പോകുമ്പോഴും ഇരിക്കുന്നുണ്ടാവും. ടീച്ചർ വായിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊന്ന് തുറന്ന് കാണുക. നമുക്ക് ഏതെല്ലാം വിധത്തിലാണ് ഈ ന്യൂസ് പേപ്പർ കുട്ടികൾക്ക് യൂസ്ഫുൾ ആകുന്ന വിധത്തിൽ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് എന്തെല്ലാം നൽകാം, ഓരോ സബ്ജക്റ്റിനും ബേസ് ചെയ്ത് എന്തെല്ലാം ആക്ടിവിറ്റീസ് നൽകാം എന്നുള്ളൊരു ചോദ്യം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയായിരുന്നു. മറ്റൊന്ന്, നമ്മുടെ കേരളത്തിൽ 3 നദികൾ മാത്രം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, ബാക്കിയെല്ലാം കിഴക്കോട്ടാണ് ഒഴുകുന്നത്. എന്തുകൊണ്ടാണ് പടിഞ്ഞാറോട്ട് 3 നദികൾ മാത്രം ഒഴുകാനായിട്ട് കാരണം? അത് ഏതെല്ലാം നദികളാണ് എന്നീ ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. മറ്റൊരു കുഴപ്പിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് LP UP സ്കോളർഷിപ്സിനെ പറ്റിയിട്ടാണ്. LP UP സ്കോളർഷിപ്പുകൾ മാത്രമല്ല, അതിനെ തുടർന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നൽകുന്ന എല്ലാ സ്കോളർഷിപ്പുകളെ പറ്റിയും ചോദ്യം വന്നിരുന്നു. ആദ്യം ചോദിച്ചിരുന്നത് LP UP ബേസ് ചെയ്ത് മാത്രമായിരുന്നു. പിന്നീട് തുടർന്ന് ഹൈസ്കൂൾ വരെയുള്ള എല്ലാ സ്കോളർഷിപ്പുകളെ പറ്റിയിട്ടും അതിൻ്റെ ഫുൾ ഫോംസ്, അതിലേതൊക്കെ ക്ലാസ്സിലെ കുട്ടികളാണ് ഉൾപ്പെടുന്നത് എന്നെല്ലാം ചോദിച്ചിരുന്നു. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അത് കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് തോന്നിയ, വളരെയധികം കുട്ടികളെ കാൻഡിഡേറ്റ്സിനെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ട് തോന്നിയത്, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ 2ാം ഘട്ടം എന്ന് പറയുന്നത് പിയാഷയുടെ ഏത് ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ 2ാം ഘട്ടം പിയാഷയുടെ ഏത് ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ചോദ്യം, LP നാടകം, UP നാടകം ഇവ തമ്മിലുള്ള വ്യത്യാസം, എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഇവ 2 ക്ലാസ്സുകളിലും നമ്മൾ നാടകം പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കാണുന്നത് എന്ന ചോദ്യം. മറ്റൊന്ന്, സംയുക്ത ഡയറി. അപ്പം ക്രൂഷ്യലായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. സംയുക്ത ഡയറി രക്ഷിതാവ് എഴുതിയത് തെറ്റാണെങ്കിൽ, നമുക്കറിയാം സംയുക്ത ഡയറി എഴുതുന്നത് രക്ഷിതാവും കുട്ടിയും കൂടി ചേർന്നാണ്. കുട്ടി എഴുതും, തെറ്റുള്ളത് പേന കൊണ്ട് രക്ഷിതാവ് മാറ്റി എഴുതും. ഇങ്ങനെ രക്ഷിതാവ് എഴുതിയത് തെറ്റാണെങ്കിൽ എന്താണ്
എന്താണ് ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യുക? അതിനെ തിരുത്തുമോ, അതോ തിരുത്താതെ വേറെ എന്തെങ്കിലും മെസ്സേജ് രൂപത്തിൽ ടീച്ചർക്ക് അത് പാസ് ചെയ്യോ? എന്താണ് നിങ്ങൾ ആ ഒരു സമയത്ത് ചെയ്യുക എന്നുള്ളൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു ചോദ്യം ഇതിനെ തുടർന്ന് തന്നെ ചോദിച്ച ഒന്നാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നത്, ഗണിത ആശയങ്ങളിലൂടെ കുട്ടിക്ക് അറിവ് നിർമ്മിക്കുന്നുണ്ട് എന്ന് പറയുന്നു. കുട്ടികളെല്ലാം തന്നെ അറിവ് നിർമ്മാണം പ്രക്രിയയിലൂടെയാണ് അറിവ് നേടുന്നത്. അങ്ങനെയാണെങ്കിൽ ഗണിത ആശയങ്ങൾ ഏതെല്ലാമാണ് ഈ അറിവ് നിർമ്മാണത്തിലൂടെ കുട്ടി പഠിക്കുന്നത്? ഏതെല്ലാം ആശയങ്ങൾ, ഏതെല്ലാം ആക്ടിവിറ്റീസിലൂടെ നമുക്ക് അങ്ങനെ കുട്ടിക്ക് അറിവ് നിർമ്മിക്കാവുന്ന വിധത്തിൽ നൽകാം, അതെങ്ങനെ നൽകാം എന്നുള്ളൊരു ചോദ്യം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടി അറിവ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഗണിതം എന്ന സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആശയം, നിങ്ങൾക്കറിയാവുന്ന ഒരു ആശയം അവർ പറയാണ്, കാൻഡിഡേറ്റിനോട് പറയാണ് ഏത് ആശയമാണ് കുട്ടികൾ സ്വയം നിർമ്മിച്ച് മനസ്സിലാവുന്ന വിധത്തിൽ മാത്സിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ആശയം ഏതാണ്, അതെങ്ങനെയാണ് ക്ലാസ്സിൽ നമ്മൾ നൽകുന്നത്, ഏത് ആക്ടിവിറ്റിയാണ് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യം. സംഭവം നമ്മൾ ആലോചിച്ച് നമുക്ക് കിട്ടും. പക്ഷെ പെട്ടെന്ന് നമ്മളവിടെ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. സോ അതിന് പറ്റിയൊരു ആപ്റ്റായിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾ കണ്ടെത്തി മനസ്സിൽ ഒരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നത്, KV കേന്ദ്രീയ വിദ്യാലയം, സൈനിക സ്കൂൾ, ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇവയുടെ പ്രത്യേകത, ഇവയെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഇത്രയൊക്കെയാണ് മറ്റു ചോദ്യങ്ങൾ. അതായത് നമ്മളെ കുഴപ്പിക്കുന്ന വിധത്തിൽ പാനൽ മെമ്പേഴ്സ് ചോദിച്ച മറ്റൊരു സെക്ഷൻ ഓഫ് ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിലെ ചോദ്യങ്ങൾക്ക് എല്ലാം തന്നെ നമ്മൾ നമ്മുടെ വീഡിയോസിൽ ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഞാൻ പറയാണ്, നിങ്ങളുടേതായ രീതിയിൽ കൂടി ഇതിന് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താം. എങ്കിൽ മാത്രമേ അതിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. എൻ്റെ ഒരു ചാനലിലെ ഒരു ഉത്തരം എന്ന് പറയുമ്പോൾ അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും. അതിനോടുകൂടി നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടി നിങ്ങൾ അറിഞ്ഞ് വെറുതെ മനസ്സിലൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതിൽ നിന്നൊരു ചോദ്യം പെട്ടെന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അത്രയും പെട്ടെന്ന് ക്വിക്കായിട്ട് എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ മികച്ച ഒരു ഇൻ്റർവ്യൂ ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.